അപ്പോഴേ ഞാനെന്നുള്ളത് ആപ്പാഞ്ചിറയിലാണ്. ആപ്പാഞ്ചിറയിൽ നമ്മൾ കടുത്തുരുത്തിക്ക് പോകുമ്പോൾ പെട്രോൾ പമ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ താഴ്വാരം ഗാർഡൻ എന്ന് പറഞ്ഞൊരു നഴ്സറി ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു കച്ചവടമായിട്ടിരിക്കുന്ന ചേച്ചിയുണ്ട്, സുജാത ചേച്ചിയാണ്. ഞാനിതിൽ പോണ സമയത്തൊക്കെ ഇവിടുന്ന് കയറി വെള്ളം കുടിച്ചിട്ടാണ് പോകാറ്. ഇപ്പോൾ ചൂടുള്ള സമയമല്ലേ. അപ്പോൾ ഇതിൽ പോണവരൊക്കെ ചേച്ചിയുടെ കടയിൽ കയറണം കേട്ടോ. എല്ലാവരും നരങ്ങാളെ കുടിക്കണം. ഇവിടെ നമുക്ക് കുലുക്കി സർബത്തൊക്കെ ഉണ്ടല്ലോ ചേച്ചി? ആ, ഏതൊക്കെയുണ്ട് കുലുക്കി സർബത്ത്? മാങ്ങയുണ്ട്, പീനാപ്പിളുണ്ട്, ഓറഞ്ചുണ്ട്, മുന്തിരിയുണ്ട്, പൈനാപ്പിളുണ്ട്, പാഷൻ ഫ്രൂട്ടുണ്ട്, സ്ട്രോബെറിയുണ്ട്, പിന്നെ ഞാവലുണ്ട്. കുലുക്കി സർബത്തിൻ്റെ ഒത്തിരി ഫ്ലേവർ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഞാവലിൻ്റെ ഒരെണ്ണം കഴിച്ച്. അതുകൂടാതെ തന്നെ നെല്ലിക്ക ഉപ്പിലിട്ടത്, പിന്നെ മാങ്ങ ഉപ്പിലിട്ടത്, അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നാടൻ കരിക്കുകളൊക്കെ ഉണ്ട്, സംഭാരമുണ്ട്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ എല്ലാവരും ഇതിൽ കയറി ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിന്ന് അതായാലും ഇവിടുന്ന് കുടിച്ചതുണ്ടല്ലോ, ഞാവലിൻ്റെ ഫ്ലേവറുള്ള സർബത്താട്ടോ. അപ്പോൾ ചേച്ചി അതിൻ്റെ സാധനങ്ങളൊക്കെ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് ഞാവലിൻ്റെ ഫ്ലേവറുള്ള സാധനം അതൊക്കെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സോഡയൊക്കെ ഒഴിച്ച് നല്ല അത് മിക്സ് ചെയ്ത് തരുമോ. അതിനിടയ്ക്ക് ചേച്ചിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുണ്ടാക്കേണ്ട വിധങ്ങളൊക്കെ. എന്നായാലും എനിക്കിഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചേട്ടന്മാർ വന്ന് അവർ ഇതിൽ വണ്ടിയിൽ പോയപ്പോൾ അവരോട് വണ്ടി നിർത്തിയിട്ട് നാരങ്ങ വെള്ളം കുടിക്കുക. അവർ സോഡാ നാരങ്ങ വെള്ളം കേട്ടോ കുടിച്ചേ. ചേച്ചി പെട്ടെന്ന് തന്നെ അവർക്ക് അതെടുത്ത് കൊടുത്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നാടൻ കരിക്കുണ്ട്, പിന്നെ കണ്ടോ വിവിധ മിഠായികൾ, ജ്യൂസ്, പിന്നെ അതേ കണ്ടോ നാടൻ സംഭാരത്തിനുള്ള കൂട്ടം. ഇത് സർബത്തിൻ്റെ വിവിധ ഐറ്റങ്ങൾ, പിന്നെ നെല്ലിക്ക, നാരങ്ങ, പിന്നെ സംഭാരമൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടോ. ഈ കാണുന്നത് ആപ്പാഞ്ചിറയിൽ നിന്ന് കടുത്തുരുത്തിക്കുള്ള വഴിയാട്ടോ. ആ വഴി ഇങ്ങ് വരുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഇവിടെ കാണുന്ന ഈ താഴ്വാരം ഗാർഡൻസ് എന്ന് പറഞ്ഞ ഈ നഴ്സറിയുടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ചേച്ചിയുടെ കടയുള്ളത്. അപ്പോൾ വരുന്ന എല്ലാവരും കയറി. അപ്പോൾ ഇതുവഴി പോണ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, ഇതിലായി റോഡിൽ കൂടെ പോകുമ്പോൾ ഈ കടയിലൊന്ന് കയറി, ചേച്ചിയുടെ കടയിലൊന്ന് കയറി ഓരോ നാരങ്ങളിലൊക്കെ കുടിക്കണം കേട്ടോ. അതവർക്ക് വലിയ സഹായമാകും. ചെറിയൊരു കച്ചവടമായിരിക്കട്ടല്ലേ, നമ്മുടെ ഒരു സപ്പോർട്ട് അവർക്കുണ്ടാകട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.